പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉദ്യതൻ്റെ പാതയിൽ എന്ന ധ്യാനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ധ്യാനത്തിൻ്റെ അവസാന നാളുകളിലേക്ക് നമ്മളെത്തുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചത് വിശുദ്ധ കുർബാനയെക്കുറിച്ചാണ്. വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം നമ്മൾ തുടരുമ്പോൾ നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. നമ്മൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ കുർബാനയെ അറിയുവാൻ, കുർബാനയെ സ്നേഹിക്കുവാൻ, കുർബാനയോട് ചേർത്ത് വച്ച് ജീവിതത്തെ നമ്മൾ സ്വീകരിക്കുവാൻ ഉള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെയും ഈശോയെ വിശുദ്ധ കുർബാനയോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ കുർബാനയിലെ സ്നേഹം, ശക്തി അനേകം ജീവിതങ്ങളിൽ അത്ഭുതമാകുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവ്യകാരുണ്യത്തിൻ്റെ നാഥേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ധ്യാനിക്കുന്ന വചനം, നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ധ്യാനത്തിലാണ്. മത്തായിയുടെ സുവിശേഷം 26 അധ്യായം, മത്തായി 26-27. അനന്തരം പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് പാനം ചെയ്യുവിൻ. പ്രിയപ്പെട്ടവരെ, കുർബാനയിൽ, എല്ലാ റീത്തുകളിലുമുള്ള കുർബാനയിൽ നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്നൊരു വാക്കാണ് അവൻ അപ്പമെടുത്ത് വാഴ്ത്തി. അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. വാഴ്ത്തിയെന്ന് അല്ലെങ്കിൽ കൃതജ്ഞതാ സ്തോത്രമെന്ന് നമ്മൾ പ്രിയപ്പെട്ടവരെ കുർബാനയിൽ ആവർത്തിച്ച് കേൾക്കുന്നു. അല്ലെങ്കിൽ നമ്മൾ കുർബാനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ കുർബാനയിൽ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു വാക്കാണ് കൃതജ്ഞതാ സ്തോത്രം. വാഴ്ത്തി, നന്ദി പറഞ്ഞു. അപ്പോൾ വിശുദ്ധ കുർബാന, യൂക്കരിസ്റ്റ് മീൻസ് താങ്ക്സ് ഗിവിംഗ് ആണ്. വിശുദ്ധ കുർബാന നന്ദി പറയലിൻ്റെ കൂദാശയാണ്. ഇതാണ് ഈശോ നമ്മളോട് പറയുന്നത്. വിശുദ്ധ കുർബാന നന്ദി പറയലിൻ്റെ കൂദാശയാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തെ എങ്ങനെ വാഴ്ത്തി സ്വീകരിക്കാം, എങ്ങനെ നന്ദി പറഞ്ഞ് സ്വീകരിക്കാം. ഇതാണ് വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്, എങ്ങനെ ജീവിതത്തെ വാഴ്ത്തി സ്വീകരിക്കാം. നമുക്കറിയാം, യേശു വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അന്ത്യത്താഴം എന്ന് വെച്ചാൽ പെസഹ ഭക്ഷണത്തിലാണ്. പെസഹ ഭക്ഷണം നമ്മൾ പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ പുറപ്പാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 29-ാം അധ്യായം എല്ലാം പഠിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും. പെസഹ ഭക്ഷണം എന്നാണ് അവർ കഴിച്ചിരുന്നത്. പെസഹ ഭക്ഷണം അവർ കഴിച്ചിരുന്നത് സമാന്തര സുവിശേഷങ്ങൾ അനുസരിച്ച്, മത്തായി, മർക്കോസ്, ലൂക്ക സുവിശേഷം അനുസരിച്ച് പെസഹ ഭക്ഷണം കഴിച്ചിരുന്നത് എന്നായിരിക്കാം യേശു പെസഹ ഭക്ഷണം കഴിച്ചത്. യേശു പെസഹ ഭക്ഷണം കഴിച്ചത് നിസാൻ കലണ്ടർ അനുസരിച്ച് ആ മാസം 14-ാം തീയതി വൈകുന്നേരം എന്ന് വെച്ചാൽ നിസാൻ കലണ്ടർ അനുസരിച്ച് ഒരു ദിവസം ആരംഭിക്കുന്നത് യേശുവിൻ്റെ കുരിശുമരണം, അല്ലെങ്കിൽ യേശുവിൻ്റെ കുരിശുമരണം നിസാൻ കലണ്ടർ അനുസരിച്ച് 15-ാം തീയതി ആണ്. 15-ാം തീയതിയാണ്. അപ്പോൾ നിസാൻ കലണ്ടർ അനുസരിച്ച് ഒരു ദിവസം കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ദിവസം എന്നത് വൈകുന്നേരം, ഇപ്പോഴത്തെ നമ്മുടെ വൈകുന്നേരം 6 മണി മുതൽ നാളെ വൈകുന്നേരം 6 മണി വരെയാണ് ഒരു ദിവസം നിസാൻ കലണ്ടർ അനുസരിച്ച്. അപ്പോൾ 14-ാം തീയതി എന്ന് വെച്ചാൽ വ്യാഴാഴ്ച 14-ാം തീയതി ആണ്. 14-ാം തീയതി 6 മണിയാകുമ്പോൾ നിസാൻ കലണ്ടർ അനുസരിച്ച് അത് ഉറപ്പായിട്ടും 15-ാം തീയതിയാകും. അപ്പോൾ യേശുവിൻ്റെ പെസഹ ഭക്ഷണവും യേശുവിൻ്റെ കുരിശുമരണവും ഒരു ദിവസമാണ്. ശ്രദ്ധിക്കുക, എങ്ങനെ ഒരു ദിവസമായി? പെസഹ ഭക്ഷണം ഒരു ദിവസത്തിൻ്റെ ആരംഭമാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പെസഹ, ഈശോയുടെ ബലിയർപ്പണം, ഈശോയുടെ കാൽവരിയിലെ ബലി, അത് യാഥാർത്ഥ്യമാകുന്നത് 15-ാം തീയതി. അതുകൊണ്ടാണ് 15-ാം തീയതി, പിറ്റേ ദിവസം സാബത്താകും. സാബത്തിൽ ശരീരങ്ങൾ കുരിശിൽ കിടക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത്രയും മനസ്സിലാക്കിയാൽ മതി. ഒരു ദിവസത്തിൻ്റെ ആരംഭം 24 മണിക്കൂറിനുള്ളിലാണ് യേശുവിൻ്റെ പെസഹ ഭക്ഷണവും യേശുവിൻ്റെ കുരിശുമരണവും
തമ്മിലുള്ള ദൈർഘ്യം 24 മണിക്കൂറാണ്. ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമാണുള്ളത്. അപ്പോൾ യേശു ശിഷ്യന്മാരോടൊപ്പം ഈശോ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഈ പെസഹ ഭക്ഷിക്കുവാൻ അതിയായി ആഗ്രഹിച്ചു. അപ്പോൾ അതിയായി ആഗ്രഹിച്ചു. എന്തിനാ അതിയായി ആഗ്രഹിച്ചത്? എന്തൊക്കെയാണ് പെസഹായ്ക്ക് നമുക്ക് യേശു നൽകുന്നതെന്ന് നമ്മൾ ധ്യാനിക്കും. പ്രിയപ്പെട്ടവർ, അതിയായി ആഗ്രഹിച്ചു. അപ്പോൾ യേശു പ്രിയപ്പെട്ടവരെ ഈ പെസഹ ഭക്ഷണത്തിന് വന്നിരിക്കുമ്പോൾ യേശുവിൻ്റെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ട്. എന്താ ഉറപ്പ്? ഇതാ ഇന്ന് ഈ ദിവസത്തിൻ്റെ ആരംഭം, ഈ ദിവസം അവസാനിക്കുമ്പോൾ ഈ ലോകം കണ്ടതിൽ ഏറ്റവും ക്രൂരമായൊരു മരണം എന്ന് വെച്ചാൽ മനുഷ്യന് സങ്കല്പിക്കാൻ പറ്റാത്ത, എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഒരാളെ കൊല്ലാൻ ഇത്രയും ദാരുണമായ ഒരു കൊലരീതി, ഒരു കൊലപാതക രീതി കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ യേശുവിനറിയാം താൻ കുരിശിൽ വധിക്കപ്പെടും. ഇതറിയാവുന്ന യേശുവാണ് അന്ത്യത്താഴത്തിൽ വന്നിരിക്കുന്നത്. നമ്മളൊന്ന് കാര്യം ചിന്തിച്ച് നോക്ക്. ഒരു സാധാരണ മനുഷ്യൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്നറിഞ്ഞാൽ എങ്ങനെയായിരിക്കും ഭക്ഷണത്തിൻ്റെ മുമ്പിലിരിക്കുന്നത്? നമുക്ക് ആ ഭക്ഷണത്തിലേക്ക് നോക്കാനോ ആ ഭക്ഷണം എടുത്ത് വായിൽ വയ്ക്കാനോ പറ്റുമോ? പറ്റില്ല. കാരണം നമ്മളെ മുഴുവനും ദുഃഖം, നമ്മുടെ ജീവിതത്തെ മുഴുവനും ദുഃഖവും നിരാശയും പിടിക്കും. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ വേദനയുടെ മുമ്പിലിരിക്കുമ്പോൾ വചനം പറയുന്നു, അവൻ എന്താ ചെയ്തത്? അവൻ ശിഷ്യന്മാർക്ക് എങ്ങനെയാണ് പാനപാത്രം കൊടുത്തത്? ഇതാണ് ഒരു ക്രൈസ്തവൻ മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് യേശു ജീവിതത്തിൻ്റെ പാനപാത്രം നമ്മുടെ കയ്യിൽ വച്ചു തരുന്നത്? യേശു ജീവിതത്തിൻ്റെ പാനപാത്രം നമ്മുടെ ഓരോരുത്തരുടെയും, ഓരോ ക്രിസ്ത്യാനിയുടെയും കയ്യിൽ യേശു ജീവിതത്തിൻ്റെ പാനപാത്രം വച്ചു തരുന്നത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തിട്ടാണ്, നന്ദി പറഞ്ഞിട്ടാണ്, പിതാവിനെ വാഴ്ത്തിയിട്ടാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ നന്ദി പറഞ്ഞിട്ടാണ് പാനപാത്രം നമ്മുടെ കയ്യിൽ വച്ചു തരുന്നത്. ഈ പാനപാത്രം നമുക്കറിയാം, ഗെത്സമനിയിൽ ആ പാനപാത്രം നമ്മൾ കണ്ടു. പിതാവെ, കഴിയുമെങ്കിൽ ആ പാനപാത്രം മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചവൻ ആ പാനപാത്രത്തെ എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നുവെന്ന് മാത്രമല്ല, ആ പാനപാത്രത്തെ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് ശിഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിലേക്ക് ആ പാനപാത്രം ഏൽപ്പിക്കുന്നു കൃതജ്ഞതാ സ്തോത്രം ചെയ്ത്. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം ഇതാണ്, മക്കളെ, ജീവിതത്തിൻ്റെ പാനപാത്രങ്ങളെ കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് നന്ദി പറഞ്ഞ് വാഴ്ത്തി സ്വീകരിക്കുവാൻ പഠിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുർബാനയിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ കുർബാനയുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നവുമായിട്ട് കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, കുർബാനയിൽ നിൽക്കുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകില്ല എന്നല്ല, കുർബാനയുടെ മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ, കുർബാനയോട് ചേർന്ന് നിൽക്കുന്ന ഒരു മകൻ്റെ, ഒരു മകളുടെ ജീവിതത്തിൽ ദുഃഖമുണ്ടാകില്ല എന്നല്ല, മറിച്ച് കുർബാന പഠിപ്പിക്കുന്നത്, ഒരു ക്രൈസ്തവ ജീവിതത്തിൻ്റെ മേൽ കുർബാന കൊണ്ടുവരുന്ന ഏറ്റവും വലിയ അഭിഷേകം എന്നത് ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും വാഴ്ത്തി സ്വീകരിക്കുവാൻ സാധിക്കും എന്നതാണ് കുർബാന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന അനുഭവം. പ്രിയപ്പെട്ടവരെ, അതിനാൽ ഞാൻ എൻ്റെ ജീവിതത്തെ എത്രത്തോളം നന്ദി പറഞ്ഞ് സ്വീകരിക്കുന്നു, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശു ആ പാനപാത്രം നമുക്ക് തരുന്നത്, നമ്മൾ ഓരോരുത്തരും ആ പാനപാത്രത്തിൻ്റെ ഭാഗമാണ്. എന്നിട്ട് യേശു പറയുകയാണ്, യേശു ഈ പാനപാത്രം നൽകുമ്പോൾ യേശു പറയുക, മക്കളെ, ജീവിതത്തിലെ പാനപാത്രം ഇങ്ങനെ സ്വീകരിക്ക്. നമ്മൾ പരാതി പറഞ്ഞ്, നമ്മൾ കുറ്റപ്പെടുത്തി, നമ്മൾ പ്രിയപ്പെട്ടവരെ പഴി പറഞ്ഞ് ശപിച്ച് നമ്മൾ സ്വീകരിക്കുമ്പോഴാണ്, ഓർക്കുക, ഒരു പ്രതിസന്ധി ദൈവം അനുവദിക്കുന്നുണ്ട്, അല്ലേ? ഈശോ കുരിശ് സ്വീകരിച്ചത് പിതാവിൻ്റെ കയ്യിൽ നിന്നാണ്. ദൈവം അനുവദിക്കുന്നതായിരിക്കാം നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധി. എന്നാൽ ദൈവം അനുവദിക്കുന്ന പ്രതിസന്ധികളെ പിശാച് ഏറ്റെടുത്തോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒരു രോഗം, ഇപ്പോൾ എന്നെ ശ്രമിക്കുന്നൊരു വ്യക്തി വലിയൊരു രോഗത്തിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു വലിയ പ്രതിസന്ധിയിലായിരിക്കാം. ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ രോഗത്തെ പിശാച് ഏറ്റെടുത്തതിൻ്റെ ലക്ഷണം എന്താ? നമ്മളെപ്പോഴും കുറ്റം പറയുന്നവർ, പഴി പറയുന്നവർ, സ്വയം ശപിക്കുന്നവർ, എപ്പോഴും മനസ്സിൽ ദുഃഖം, നിരാശ. എന്നാൽ എനിക്ക് എല്ലാ പ്രതിസന്ധികളുടെയും നടുവിൽ ജീവിതത്തെ വാഴ്ത്താൻ പറ്റുന്നുണ്ടോ? ഒരു നല്ല വചനം, അതിന് പറ്റിയൊരു വചനം ഇതാണ്. പ്രഭാഷകൻ്റെ പുസ്തകം 15-ാം അധ്യായം 9-ാമത്തെ വചനം. നമുക്കറിയാവുന്നൊരു വചനമാണ്. പ്രഭാഷകൻ 15:9. സ്തോത്രഗീതം പാപിക്ക് ഇണങ്ങുന്നില്ല. അടുത്ത വചനം, അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം ഉൾക്കൊള്ളുന്നില്ല. ശ്രദ്ധിക്കണം, നമ്മൾ പലപ്പോഴും കേട്ടേക്കുന്ന ഒരു വചനമാണ് സ്തോത്രഗീതം പാപിക്ക് ചേരുന്നില്ല എന്ന വചനം. ഒരുപാട് നമ്മൾ കേട്ടിട്ടുണ്ട്, സ്തോത്രഗീതം പാപിക്ക് ചേരില്ല. പക്ഷെ അത് കഴിഞ്ഞൊരു വചനം കിടപ്പുണ്ട്. ആ വചനം ഇങ്ങനെയാണ്, അവൻ എന്ന് വെച്ചാൽ
അവൻ കർത്താവിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുന്നില്ല. ഇതാണ് ഈ കുർബാനയിൽ നിന്ന്, യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ട പ്രചോദനം എന്താ? യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ട പ്രചോദനം എന്താ? യേശുവിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ട പ്രചോദനം മറ്റൊന്നല്ല. യേശുവിൽ നിന്ന് ഒരു ദൈവ പൈതൽ, ഒരു ക്രിസ്തു ശിഷ്യൻ സ്വീകരിക്കേണ്ട പ്രചോദനം ഇതാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തെ വാഴ്ത്തി സ്വീകരിക്കുക. ഇതാണ് യേശുവിൽ നിന്ന് ഒരു ക്രിസ്തു ശിഷ്യൻ സ്വീകരിക്കേണ്ട പ്രചോദനം. നമ്മൾ ഓർത്ത് നോക്കിക്കേ, ഈശോ ലാസറിൻ്റെ കുഴിമാടത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു. വലിയ പ്രശ്നത്തിൻ്റെ മുമ്പിലാണ്. യേശു നന്ദി പറയുക, പിതാവേ ഞാൻ നിനക്ക് നന്ദി പറയുന്നു. അപ്പോൾ ഈ ധ്യാന കേന്ദ്രങ്ങളിൽ, പ്രിയപ്പെട്ടവരെ, ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ നമ്മൾ പണ്ട് ചെല്ലുമ്പോൾ, ഞാൻ ഈ കുറേ നാൾ അച്ഛനായി കഴിഞ്ഞ് ഞാൻ പോട്ടയിലും ഡിവൈനിലും ആയിരുന്നപ്പോൾ ഞാൻ കൂടുതൽ നാൾ ജീവിച്ച 2 വ്യക്തികളുടെ കൂടെയാണ്. ഒന്ന് മാത്യു നായിക്കമ്പലച്ചൻ, ഒന്ന് ജോർജ് പനക്കിലച്ചൻ. അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ മാത്യു നായിക്കമ്പലച്ചൻ എപ്പോഴും പറയും, നമ്മളെല്ലാത്തിനും നന്ദി പറയുക, എല്ലാത്തിനും നന്ദി പറയുക, അതിനെപ്പറ്റി നന്ദി പറയുക. അപ്പോൾ ഇപ്പോൾ നമ്മൾ കൂടുതൽ ധ്യാന കേന്ദ്രങ്ങളിൽ ബന്ധന പ്രാർത്ഥന അതൊക്കെയാണ്. പക്ഷേ ഞാൻ എപ്പോഴും ജോർജ് പനക്കിലച്ചൻ എൻ്റെ കൂട്ടത്തിൽ ധ്യാന കേന്ദ്രത്തിലായിരുന്നപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കായിരിക്കണം സ്തുതിയുടെ ജീവിതം, നന്ദിയുടെ ജീവിതം. എന്നോട് പറഞ്ഞു, ടൈം ടേബിൾ ഞാൻ ടൈം ടേബിളിട്ട് അച്ഛനെ കാണിക്കുമ്പോൾ അച്ഛൻ പറയും, നന്ദിയുടെ ജീവിതം അത് പഠിപ്പിക്കണം, നന്ദിയുടെ ജീവിതം അത് പഠിപ്പിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിൽ നമ്മൾ ഈ ഒരു കാര്യം മറന്നു പോകുന്നു. എന്ന് വെച്ചാൽ നമ്മൾ നന്ദി സാക്ഷ്യം എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ എന്താണെന്നറിയാവോ? ഇപ്പോൾ നന്ദി സാക്ഷ്യം എന്ന് പറയുന്നത്, എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു മാറി, അത് സാക്ഷ്യമാണ്. എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു മാറി, സാക്ഷ്യം. അതല്ല ഏറ്റവും വലിയ സാക്ഷ്യം. നിങ്ങളുടെ ദുഃഖം സന്തോഷമായിട്ട് മാറും, അതാണ് സാക്ഷ്യം. എനിക്ക് ക്യാൻസർ ഉണ്ടായിരുന്നു, ക്യാൻസർ മാറി, സന്തോഷമായി. ഓക്കെ, ആരും ചെയ്യുന്ന ഒരു സാക്ഷ്യമാണ്. അതല്ല ക്രൈസ്തവ സാക്ഷ്യം. ക്രൈസ്തവ സാക്ഷ്യം അതിനും മേലെയാണ്, അതിനും മുകളിലാണ്. അതെന്താണ്? എനിക്ക് ഈ രോഗമുണ്ട്, ഈ ലോകം ശാപമായി കരുതുന്ന, ലോകം ദുരിതമായി കരുതുന്ന ഈ ക്യാൻസർ അല്ലെങ്കിൽ ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിലുണ്ട്. സ്റ്റിൽ ഐ താങ്ക് ഗോഡ്. അതാണ് സ്തുതിയുടെ ജീവിതം. പരാതികളില്ലാത്ത ജീവിതമാണ് സ്തുതിയുടെ ജീവിതം. പരാതികളില്ലാത്ത ജീവിതം, അതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ സ്വന്തമാക്കേണ്ട ഒരു മനസ്സതാണ്. പരാതികളില്ലാത്ത ജീവിതം, അതാണ് സ്തുതിയുടെ ജീവിതം. അതുകൊണ്ടാണ് ഈ ഫിലിപ്പോസ് യേശുവിനോട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, ചോദിക്കുന്ന ചോദ്യമുണ്ട്, ഷോ us the Father that we shall be satisfied. അത് കൃത്യമായ അർത്ഥം കിട്ടണമെങ്കിൽ ഇംഗ്ലീഷ് തന്നെയാണ്. ഷോ us the Father that we shall be satisfied. ഞങ്ങൾ സംതൃപ്തരാകും. അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേഷൻ വരുമ്പോൾ പിതാവിനെ കാണിച്ചു തരിക, ഞങ്ങൾക്ക് അത് മതി എന്നാണ്. അത് മതി എന്ന് വെച്ചാൽ ഇത് മതി, നമുക്ക് പറയില്ല ഈ ഭക്ഷണം ഇത് മതി കുഴപ്പമില്ല എന്ന് പറയുന്നത്, അതാണ് സംതൃപ്തി. അതാണ് എല്ലാ കാര്യത്തിലും, അതാണ് നന്ദിയുടെ ജീവിതം, അതാണ് സ്തുതിയുടെ ജീവിതം. ഷോ us the Father that we shall be satisfied. അപ്പോൾ ഇനി നമ്മൾ ഈ വചനം ധ്യാനിക്കുക. ഇനി വചനം എന്താണ്? കർത്താവിൽ നിന്ന് അവൻ പ്രചോദനം സ്വീകരിക്കുന്നില്ല. സ്തോത്രഗീതം പാപിക്ക് ചേരുന്നതല്ല. കർത്താവിൽ നിന്ന് അവൻ പ്രചോദനം സ്വീകരിക്കുന്നില്ല എന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളെ, ജീവിതത്തിൻ്റെ സഹനങ്ങളെ, ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ കർത്താവിൽ നിന്ന് പ്രചോദനം സ്വീകരിക്കുന്ന വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളെ, ജീവിതത്തിലെ ദുഃഖങ്ങളെ വാഴ്ത്തി സ്വീകരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുദിന ജീവിതത്തിൽ യേശുവിൽ നിന്ന് ഈ പ്രചോദനം നമ്മൾ സ്വീകരിക്കുന്നുണ്ടോ? നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ, ഇപ്പം ഞാനൊരു പുരോഹിതനാണെങ്കിൽ, ഒരു കുടുംബജീവിതം നയിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, ഒരു സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണെങ്കിൽ, നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമുക്കറിയാം, ഇത് നമുക്ക് നിഷേധിക്കാൻ പറ്റാത്തൊരു യാഥാർത്ഥ്യമാണ്. എല്ലാവരുടെയും അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന കുരിശുണ്ട്. ഈ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുക എന്നതാണ് ക്രൈസ്തവ ജീവിതമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഈ കുരിശെടുത്ത് എന്നെ അനുഗമിക്കുമ്പോൾ, യേശുവിനെ അനുഗമിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ നന്ദി പറഞ്ഞാണോ ആ കുരിശിനെ യേശു സ്വീകരിച്ചതുപോലെ? യേശു അവസാനത്തെ അത്താഴത്തിന് മുമ്പിൽ നിന്നുകൊണ്ട് നന്ദി പറയുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ മരണം തനിക്ക് കിട്ടുമെന്നറിയുമ്പോൾ യേശു നന്ദി പറയുന്നു. നമ്മളിപ്പോൾ ഓർത്ത് നോക്ക്, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ നന്ദി പറയുകയാണോ? നമ്മൾ നന്ദിയുള്ളവരാണോ? ഇതാണ്
പ്രിയപ്പെട്ടവരെ, സുവിശേഷം ചോദിക്കുന്നത് നമ്മൾ നന്ദിയുള്ളവരാണോ, നന്ദിയുടെ മനസ്സുള്ളവരാണോ? എന്തോരം അനുഗ്രഹങ്ങൾ സ്വീകരിച്ചു, അതിന് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ അതിൻ്റെ മുമ്പിൽ നന്ദി പറയുകയാണോ? എൻ്റെ ഒരു സുഹൃത്ത് അച്ഛനായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു സീനിയറാണ്. അപ്പം അച്ഛനായിരുന്നു. അപ്പോൾ അദ്ദേഹം, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അദ്ദേഹം പൗരോഹിത്യം സ്വീകരിച്ചൊരു 8-9 വർഷം കഴിയുമ്പോൾ ഒരിക്കൽ ഒരു പോപ്പ് മിഷൻ ധ്യാനം നടക്കുകയാണ്. അദ്ദേഹം മറ്റൊരു പ്രവിശ്യയിൽപ്പെട്ട അച്ഛനാണ്. അപ്പോൾ ആ പോപ്പ് മിഷൻ ധ്യാനത്തിൽ ഞങ്ങളുടെ സഭയിൽ എല്ലാ അച്ഛന്മാരും ഉണ്ട്. പി അച്ഛനും ഉണ്ട്. പി അച്ഛനാണ് ഒരു സെൻറ്റർ, ഒരു ധ്യാന കേന്ദ്രം ലീഡ് ചെയ്യുന്ന അച്ഛൻ. അച്ഛൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്യുന്നൊരു അച്ഛനാണ്. അപ്പോൾ അച്ഛന് ഭയങ്കര ഈ ദിവസങ്ങളിൽ അച്ഛന് ഭയങ്കര ചുമയാണ്. അപ്പോൾ അച്ഛൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ എനിക്ക് പ്രസംഗിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ എല്ലാം ചെയ്തോളാം, എനിക്ക് പ്രസംഗിക്കാൻ ഒരു അച്ഛനെ കൂടി വിട്ടു തരാമോ? അപ്പം ഞാൻ ചോദിച്ചു, ഈ സ്റ്റേജിൽ ഞായറാഴ്ച കണ്ടപ്പോൾ മുതൽ ഈ ചുമയും അസ്വസ്ഥതയാണല്ലോ, ഡോക്ടറെ കാണിച്ചില്ലേ? ഞാൻ മരുന്ന് ആയുർവേദം എന്തെങ്കിലോ കഴിക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഈ ധ്യാനമൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ ധ്യാന കേന്ദ്രത്തിലേക്ക് പോയി. കുറച്ച് ദിവസങ്ങൾക്കപ്പുറത്ത് അറിയുന്നു അച്ഛന് ക്യാൻസറാണ്. അതൊരു അഡ്വാൻസ്ഡ് സ്റ്റേജിലേക്കെത്തി. സഭ ഏറ്റവും നല്ല ഒരു ട്രീറ്റ്മെൻറ്റുകളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകളിലേക്ക് പോയി. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ പഠിച്ച് അല്ലെങ്കിൽ വളർന്ന ഒരച്ഛൻ. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ 2 പേര് അച്ഛനെ കാണാൻ അച്ഛനായിരിക്കുന്ന ആശ്രമത്തിൽ പോവുകയാണ്. അപ്പം നമ്മുടെ മനസ്സിലൊരു ഒരു ചിന്തയുണ്ടല്ലോ, നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? കാരണം പൗരോഹിത്യത്തിൻ്റെ ഒരു കൊച്ചച്ഛനെന്ന് പറയാം, ആദ്യത്തെ ഒരു 8-9 വർഷങ്ങളെ ആയിട്ടുള്ളൂ. നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? അല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ എന്തായിരിക്കും പ്രതികരണം? എങ്ങനൊരു അവസ്ഥയിലായിരിക്കും? അപ്പോൾ ഇങ്ങനെ അദ്ദേഹത്തെ ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടോടു കൂടി അദ്ദേഹത്തെ കാണാൻ വേണ്ടി ആ ധ്യാന കേന്ദ്രത്തിൻ്റെ കോമ്പൗണ്ടിലേക്ക് ഞങ്ങൾ ചെല്ലുമ്പോൾ എവിടെയായിരിക്കാം അദ്ദേഹം എന്ന് ഞങ്ങൾ പോകാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ അവിടെ 1 ഡേ പ്രോഗ്രാം നടക്കുക. 1 ഡേ പ്രോഗ്രാം നടക്കുമ്പോൾ അവിടെ പാട്ട് പാടി ആരാധന നടക്കുന്നു. അപ്പോൾ ആരാധന നടക്കുമ്പോൾ ഈ പാട്ടിൻ്റെ സ്വരം കേട്ടപ്പോൾ പെട്ടെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇത് അവനല്ലേ, ഇത് അച്ഛനല്ലേ? പെട്ടെന്ന് ഞങ്ങൾ നോക്കുമ്പോൾ, ഞങ്ങളിപ്പോൾ ഈ നടക്കുന്ന ഹോളിൻ്റെ ജനങ്ങളൊക്കെ ഇരിക്കുന്നതിൻ്റെ പുറകിൽ പോയി ഞങ്ങൾ ഇരുന്നു. ഞങ്ങളെ പെട്ടെന്ന് തിരിച്ചറിയില്ല. ഞങ്ങൾ ഷർട്ടും പാൻറ്റുമാണ്. ഞങ്ങൾ പുറകിൽ പോയിരുന്നു. അപ്പം ഞങ്ങൾ നോക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു ജനസമൂഹത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ ആരാധിപ്പിക്കുക, സ്തുതിപ്പിക്കുക. എനിക്ക് ഭയങ്കര ഒരു ഞെട്ടലായിരുന്നു. കാരണം ഇത്രയും വലിയ രോഗം ജീവിതത്തിൻ്റെ അവസാന മണിക്കൂർ ജീവിതത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ സ്തുതിപ്പിക്കാൻ? എങ്ങനെ സാധിക്കുന്നു ഇങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പഠിപ്പിക്കാൻ? പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം. ഒരുപാട് പേരുണ്ട് സഭയിൽ ഈ ജീവിതത്തെ വാഴ്ത്തി സ്വീകരിച്ചവർ. ഒരുപാട് പേര് ജീവിതത്തിൽ വാഴ്ത്തി സ്വീകരിച്ചവരുണ്ട്. അപ്പോൾ നമ്മൾ അത് പഠിക്കുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഒരിക്കൽ ഒരു ചെറുപ്പക്കാരൻ ഒരു പോപ്പ് മിഷൻ ധ്യാനത്തിലാണ്. അപ്പോൾ ഒരു വീട് സന്ദർശനം എന്നെ വല്ലാതെ ടച്ച് ചെയ്തതാണ് ആ ചെറുപ്പക്കാരൻ. ഞാൻ ഒരുപക്ഷെ ആ പോപ്പ് മിഷൻ ധ്യാനം കഴിഞ്ഞ് 6-ാമത്തെ 7-ാമത്തെ ദിവസം അദ്ദേഹം മരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ഇപ്പോഴും ഓർക്കുന്നൊരു കാര്യം, അദ്ദേഹത്തിന് ഒരു ചെറുപ്പക്കാരൻ ആഗ്രഹിക്കാവുന്നതിൽ ഒരു വലിയ ജോലി, ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി കിട്ടുന്നു. അപ്പോൾ അദ്ദേഹം മറ്റൊരു കമ്പനിയിൽ ജോലി ചെയ്തു. അദ്ദേഹത്തിൻ്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുന്നു. വിവാഹത്തിൻ്റെ കാര്യങ്ങൾ നടക്കുന്നു. ഒരു പെൺകുട്ടി ഉറപ്പിച്ചു. ആ പെൺകുട്ടിയും നല്ല ജോലിയുള്ളതാണ്. ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ രോഗത്തെക്കുറിച്ച് അറിയുന്നു പെട്ടെന്ന്. അപ്പോൾ വീട്ടുകാർ, അമ്മയും അപ്പനും സഹോദരിയും എല്ലാം ഈ സഹോദരൻ്റെ അല്ലെങ്കിൽ ഈ മകൻ്റെ രോഗത്തെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ അവരുടെ കണ്ണുനീര് തോരുന്നില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ധ്യാനത്തിനൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും? ചില പ്രശ്നങ്ങളിലൊന്നും നമുക്ക് ഉത്തരം കൊടുക്കാനില്ല. ഒരു സാധാരണ ചെറുപ്പക്കാരൻ എന്ന് വെച്ചാൽ നമ്മൾ ചിന്തിച്ച് നോക്കും, 24-25 വയസ്സുള്ള 26 വയസ്സുണ്ട്, 26 വയസ്സുള്ള ചെറുപ്പക്കാരൻ. നമ്മൾ ചിന്തിച്ച് നോക്ക്, അവൻ്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ച് നോക്ക്.
അപ്പോൾ അങ്ങനെ ഞാൻ ഇവൻ്റെ മുറിയിൽ ചെല്ലുകയാണ്. നല്ല ജോലി, നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ. അവൻ എൻ്റെ അടുത്ത് ചെന്നപ്പോൾ, അപ്പോൾ അവൻ്റെ അടുത്ത് ചെന്ന് ഞാനിങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ പറഞ്ഞു, അച്ഛാ ഈശോയോട് ചേർന്ന് ഈശോയ്ക്ക് ഇഷ്ടമനുസരിച്ചുള്ളൊരു നല്ല മരണം കിട്ടാൻ പ്രാർത്ഥിക്കണം. അച്ഛോ, ഒരാഗ്രഹമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എല്ലാ ദിവസവും കുർബാന തരണം. എല്ലാ ദിവസവും എൻ്റെ ഫ്രണ്ട് കൂടിയാണ് അച്ഛാ, ഇവിടുത്തെ കൊച്ചച്ഛൻ എൻ്റെ ഫ്രണ്ടാണ്. അച്ഛൻ എല്ലാ ദിവസവും കൊണ്ടുവന്ന് കുർബാന തരും, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഇപ്പം വീട്ടുകാരെ ഓർത്താണ്, വീട്ടുകാർ ഇതിനെപ്പറ്റി സങ്കടപ്പെടുക. അച്ഛാ, ഞാൻ ഈശോയോട് ചേർന്ന് ജീവിച്ചു. ഞാൻ ഇടവകയിലെ യുവജന സംഘടനയിൽ എനിക്ക് ഏറ്റവും വലിയ വിദേശത്ത് ജോലിയൊക്കെ കിട്ടി പോകുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ വേദന, ഞങ്ങളാണ് ഇവിടെ ഈ പള്ളിയിൽ നൈറ്റ് വിജി തുടങ്ങിയത്, ഞങ്ങളാണ് ഈ പള്ളിയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പ് തുടങ്ങിയത്, ഞങ്ങളാണ് ഒരു യൂത്തിനെ ഒരുമിപ്പിച്ച് പ്രാർത്ഥന തുടങ്ങിയത് എന്ന് വെച്ച് ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ഒരു പരാതിയില്ല. ഞാൻ ശ്രദ്ധിച്ചു, ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ മുഖം അത്രയും തിളക്കമുള്ള. നമ്മൾ ചിന്തിക്കണം ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമ്മളെ വിശുദ്ധ കുർബാന പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജീവിതത്തിൻ്റെ പ്രതിസന്ധികളെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെ, ജീവിതത്തിൻ്റെ പോരായ്മകളെ വാഴ്ത്തി സ്വീകരിക്കുക. എനിക്ക് ജീവിതത്തെ നന്ദി പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? ഒരു പോരായ്മ, ഒരു കുറവ് എൻ്റെ മുമ്പിലുണ്ട്. ഒരു കുറവുണ്ട്. എൻ്റെ ജീവിതത്തിലും ദൈവം അനുവദിച്ചിരിക്കുന്ന കുരിശുണ്ട്. എനിക്ക് നന്ദി പറഞ്ഞ് സ്വീകരിക്കാൻ പറ്റുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, അതിന് നമ്മൾ ദൈവത്തിൽ നിന്ന്, അതുകൊണ്ട് ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുമ്പോൾ, വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, നാളെ നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുക, ഓശാന പാടിക്കൊണ്ട് നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ആ രക്ഷിക്കണമേ എന്നത്, എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷിക്കണമേ എന്ന ഓശാനയല്ല വേണ്ടത് നമുക്ക്. ദൈവമേ, ഈ മനസ്സ് ഈ ദൈവത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് എൻ്റെ ജീവിതത്തിൻ്റെ സഹനങ്ങളും, എൻ്റെ ജീവിതത്തിൻ്റെ കുരിശുകളും, എൻ്റെ ജീവിതത്തിൻ്റെ വേദനകളും നന്ദി പറഞ്ഞ് രക്ഷാകരമാക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ഇതായിരിക്കണം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രാർത്ഥന. നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം 1 തെസ്സലോനിയർ 5-ാം അധ്യായം 16, 17, 18 3 വചനങ്ങളാണ്. എപ്പോഴും സന്തോഷിക്കുവിൻ, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എന്താണ് ഈ രോഗത്തിൽ, ഈ പ്രശ്നത്തിൽ, ഈ ദുഃഖത്തിൽ ദൈവത്തിൻ്റെ ഹിതം? ഞാൻ എന്ത് ചെയ്യണമെന്ന ദൈവം ആഗ്രഹിക്കുന്നത്? ദൈവം ഈശോയിൽ നിന്ന് ഞാൻ സ്വീകരിക്കേണ്ട പ്രചോദനം എന്താണ് ഈ രോഗത്തിൽ, ഈ വേദനയിൽ ഞാൻ ചെയ്യേണ്ടത്? ഇതാ വചനം പഠിപ്പിക്കുകയാണ്. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഇതാണ് ദൈവഹിതം. ഇപ്പം ദൈവഹിതം വെളിപ്പെടുത്തി തരികയാണ്. ദൈവമേ, യേശു നന്ദി പറഞ്ഞ് സ്വീകരിച്ചതുപോലെ വിശുദ്ധ കുർബാന എന്നെയും പഠിപ്പിക്കുക, ജീവിതത്തെ നന്ദി പറഞ്ഞ് സ്വീകരിക്കുവാൻ. ദൈവമേ, ജീവിതത്തെ നന്ദി പറഞ്ഞ് സ്വീകരിക്കുവാൻ, പരാതികളില്ലാത്ത ജീവിതത്തെ സ്വീകരിക്കുവാൻ യേശുവേ എനിക്ക് കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് ആരാധിച്ച് ഈശോയെ സ്തുതിച്ച് നമുക്ക് ആ ഒരു കൃപ സ്വീകരിക്കാം. യേശുനാഥനേ, അങ്ങേയ്ക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. യേശുനാഥനേ, അങ്ങേയ്ക്കാരാധന, ആത്മാവിലും സത്യത്തിലും ആരാധന. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവിതയാത്രയിൽ തിരുസാന്നിധ്യം വേണം, സുഖദുഃഖവേളയിൽ എൻ കൂടെ വേണം. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ.
ജീവവചനം നിന്നിലുണ്ടല്ലോ, ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ. നിത്യജീവവചനം നിന്നിലുണ്ടല്ലോ, ജീവനേക്കാൾ നിന്ദയ വലിയതല്ലോ. നീ കൽപ്പിച്ചാൽ ശാന്തമായിടും, ആർത്തിരയ്ക്കും കടലലകൾ. നീ കൽപ്പിച്ചാൽ ശാന്തമായിടും, ആർത്തിരയ്ക്കും കടലലകൾ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. ജീവനേ, ജീവന്റെ ജീവനേ, സ്വന്തമേ എന്നേശുവേ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം. പ്രിയപ്പെട്ടവരെ, അന്ത്യത്താഴവേളയിൽ യേശുവിനറിയാം ഇത് തൻ്റെ അവസാനത്തെ അത്താഴമാണ് എന്ന് മനസ്സിലാക്കിയ യേശു വചനം പറയുന്നു, അവൻ പാനപാത്രമെടുത്ത് കൃതജ്ഞതാസ്തോത്രം ചെയ്തു. പരിശുദ്ധ കുർബാനയിൽ ആവർത്തിച്ച് നമ്മൾ കേൾക്കുന്ന രണ്ട് വാക്കുകൾ, അവൻ അപ്പമെടുത്ത് വാഴ്ത്തി, അവൻ കൃതജ്ഞതാസ്തോത്രം ചെയ്തു, അവൻ നന്ദി പറഞ്ഞു. ഇതാ നമ്മളെ യേശു പഠിപ്പിക്കുകയാണ്, മക്കളെ, ജീവിതത്തെ നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. നമ്മളെ യേശു പഠിപ്പിക്കുകയാണ്, മക്കളെ, ജീവിതത്തെ വാഴ്ത്തി സ്വീകരിക്കുക, എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറയുക. ഇതാ അന്ത്യത്താഴമാണെന്നറിയുമ്പോൾ പോലും, ഈ ലോകം കണ്ടതിൽ ഏറ്റവും വലിയ മരണം തനിക്ക് ലഭിക്കും അടുത്ത മണിക്കൂറുകളിൽ എന്ന് തിരിച്ചറിയുമ്പോൾ പോലും അവൻ ജീവിതത്തെ വാഴ്ത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ ആത്മീയത, നമ്മൾ ജീവിതത്തെ നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. നമ്മളോട് ഈശോ ഇന്ന് ചോദിക്കുന്നൊരു ചോദ്യം, നമ്മൾ നന്ദിയുള്ളവരാണോ, അതോ നമ്മുടെ ജീവിതം മുഴുവനും പരാതികളുടെ പട്ടികയാണോ? ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ തുറക്കുന്നത് പരാതികളുടെ പട്ടികയാണോ, അതോ നന്ദിയാണോ നമ്മുടെ മനസ്സിൽ വരുന്നത്? എന്തുകൊണ്ട് എൻ്റെ ജീവിതം ഇങ്ങനെയായി? എന്തുകൊണ്ട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല? എന്തുകൊണ്ട് എനിക്ക് വേദന? എന്തുകൊണ്ട് എനിക്ക് രോഗം? എന്തുകൊണ്ട് എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ? എന്തുകൊണ്ട് എൻ്റെ മക്കൾ ഇങ്ങനെ? എന്തുകൊണ്ട് ഈ കടബാധ്യത? ഇങ്ങനെ ഒരുപാട് പരാതികളാണോ നമുക്ക് ദൈവത്തിൻ്റെ മുമ്പിൽ? അതോ ദൈവമേ, എത്രയോ അനുഗ്രഹമാണ് നീ നൽകിയത്. എൻ്റെ ജീവിതം, എൻ്റെ ആയുസ്, എൻ്റെ കുടുംബം, എൻ്റെ ജീവിത പങ്കാളി, എൻ്റെ മക്കൾ, എൻ്റെ ദൈവവിളി, ഇങ്ങനെ എത്രയോ അനുഗ്രഹം, എത്രയോ അനുഗ്രഹങ്ങളിലൂടെ ദൈവം നമ്മെ നടത്തി. എത്രയോ പരിപാലനയുടെ കരം നമ്മൾ ജീവിതത്തിൽ കണ്ടു. എന്നാലും നമ്മൾ നന്ദി പറയുന്നവരാണോ? വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതത്തിലെ എല്ലാ നിമിഷങ്ങളെയും നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് കഴിഞ്ഞ കാല ജീവിതത്തിൽ എന്തോരം അനുഗ്രഹങ്ങൾ ദൈവം നമുക്ക് വർഷിച്ചു. നമ്മൾ ചോദിച്ചിട്ടാണോ? നമ്മുടെ ആരോഗ്യം, നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിച്ചിട്ടാണോ? എത്രയോ. എന്നാൽ നമ്മളൊന്ന് ഓർത്ത് നോക്കുക, അതിന് നമ്മൾ നന്ദി പറയുന്നുണ്ടോ? ഒരു പക്ഷേ നമ്മൾ ചിന്തിച്ചു നോക്ക്, എനിക്ക് വിവാഹം കഴിഞ്ഞ് ഒരു കുട്ടിയില്ല, 10 വർഷം 15 വർഷം കാത്തിരുന്നൊരു കുട്ടിയെ കിട്ടുമ്പോൾ നമ്മൾ പിന്നെ അതിന് സാക്ഷ്യം പറയലായി, നന്ദി പറയലായി
അത് ദൈവത്തിൻ്റെതാണെന്ന് പറയലായി. എന്നാൽ വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ തന്നെ ഒരു കുഞ്ഞ് ലഭിക്കുമ്പോൾ നമുക്കത് ദൈവത്തിൻ്റെതാണെന്നോ നമുക്ക് നന്ദി പറയാനോ സാക്ഷ്യം പറയാനോ സാധിക്കുന്നില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മൾ എണ്ണുന്നു. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് അനുഗ്രഹങ്ങളെ സ്വാഭാവികമായിട്ട് നമ്മൾ കാണുന്നു. എന്നാൽ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ, ഏതെങ്കിലും ഒരു കാര്യമില്ല, അത് നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളത് അനുഗ്രഹമായിട്ടും കാണുന്നു. എന്നാൽ ജീവിതത്തിലെ എല്ലാം അനുഗ്രഹമായിട്ട് കാണാൻ നമ്മൾ പഠിക്കുക. നമുക്കൊരു നിമിഷം ഈശോയ്ക്ക് നന്ദി പറയാം. വിശുദ്ധ കുർബാന, യൂക്കരിസ്റ്റ്, അത് നന്ദി പറയലിൻ്റെ കൂദാശയാണ്. എന്നോട് ഈശോ പറയുന്നത്, നീ എങ്ങനെ ദൈവസ്നേഹത്തിൽ വളരും? ഈശോ അപ്പമെടുത്ത് വാഴ്ത്തുമ്പോൾ ഈശോയ്ക്കൊരു കാര്യം അറിയാം, എൻ്റെ പിതാവ് അറിയാതെ ഒന്നും സംഭവിക്കുന്നില്ല. എത്ര വലിയ മരണത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴും എൻ്റെ പിതാവ് അറിയുന്നു. അതുകൊണ്ടാണ് ഈശോ വാഴ്ത്തുന്നത്, അതുകൊണ്ടാണ് ഈശോ നന്ദി പറയുന്നത്, അതുകൊണ്ടാണ് ഈശോ കൃതജ്ഞതാ സ്തോത്രം ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ പിതാവ് അറിഞ്ഞിട്ടാണ് സംഭവിക്കുന്നതെങ്കിൽ അതെല്ലാം നന്മയാകും. അതാണ് ഒരു വ്യക്തി ഏത് പ്രതിസന്ധികളിലും നന്ദി പറയുവാനുള്ള കാരണം. ഒരു വ്യക്തി ഏത് സാഹചര്യങ്ങളെയും ജീവിതത്തെ വാഴ്ത്തി സ്വീകരിക്കുവാനുള്ള വഴി അതാണ്. പ്രിയപ്പെട്ടവരെ, അതിനാൽ നമുക്കും ഈ ഒരു മണിക്കൂറിൽ ഈ ഒരു കൃപ നമുക്ക് കിട്ടാൻ, പരാതികളില്ലാതെ നന്ദി പറഞ്ഞ് ജീവിതത്തെ ഏത് കാര്യത്തെയും നന്ദി പറഞ്ഞ് സ്വീകരിക്കുവാൻ യേശുവേ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം നമുക്ക് കരങ്ങൾ ഉയർത്താം. കരങ്ങൾ ഉയർത്തുമ്പോൾ, ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാപം ഇതാണ്, ഏറ്റവും വലിയ കുറവിതാണ്. ഞങ്ങളൊന്നും ദൈവത്തിൻ്റെ കരം കാണുന്നില്ല. ഇത്രയും നാൾ ദൈവം അനുഗ്രഹിച്ചത്, ഇത്രയും നാൾ ദൈവം തന്നത്, ഇത്രയും നാൾ ദൈവം ഞങ്ങളെ ആശീർവദിച്ചത്, ഇതൊന്നും ഞങ്ങൾ കാണുന്നില്ല. നമുക്കൊരു നിമിഷം എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞ് ഈശോയെ സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ. അർഹിക്കാത്ത നന്മകൾ യേശുവേ ആരാധന, ആരാധന. എനിക്കേകിടും കൃപാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. സ്നേഹമുള്ളവരെ, നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ വഴി, ഇതിനേക്കാൾ വലിയ ഒരു അനുഗ്രഹത്തിൻ്റെ വഴിയില്ല. നമ്മൾ കാണും, അപ്പസ്തോലന്മാർ തടവറയിൽ കിടന്നു, അവരുടെ കൈകളിൽ വിലങ്ങാണ്. ഒരു മാനുഷികമായി ചിന്തിച്ചാൽ ഇറ്റ് ഈസ് എ പെയിൻഫുൾ മൊമെൻറ്റ്. കൈകളിൽ വിലങ്ങ്, മുമ്പിൽ ജയിലിൻ്റെ അഴികൾ, അങ്ങേയറ്റം ദുഃഖകരമായ സാഹചര്യം, അങ്ങേയറ്റം വേദനാജനകമായ നിമിഷം. പക്ഷേ വചനം നമ്മളോട് പറയുന്നു, വേദനിപ്പിക്കുന്ന ഭയപ്പെടുത്തുന്ന ചങ്ങലകൾ അവർക്ക് കൈത്താളങ്ങളായി മാറുന്നു. ജയിലറ അവർക്ക് സ്തുതിയുടെ ഇടങ്ങളായിട്ട് മാറുന്നു.
അവിടെയാണ് ദൈവത്തിൻ്റെ അത്ഭുതം നമ്മൾ കാണുന്നത്. നമ്മളെ ഭയപ്പെടുത്തുന്ന രോഗം, നമ്മളെ വേദനിപ്പിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ, നമ്മുടെ ജീവിതത്തെ മുറിവേൽപ്പിക്കുന്ന അനുഭവങ്ങൾ, ഇത് നമ്മൾ സ്തുതിയുടെ വിഷയമാക്കി മാറ്റുക. ശിഷ്യന്മാർ, സ്ലീഹന്മാർ അവരെ ഭയപ്പെടുത്തിയ കൈവിലങ്ങുകൾ അവർ കൈത്താളങ്ങളായി മാറ്റുമ്പോൾ, അവരെ ഇല്ലാതാക്കാൻ അടച്ച തടവറകൾ സ്തുതിയുടെ ഇടങ്ങളായിട്ട് മാറുമ്പോൾ, പ്രിയപ്പെട്ടവരെ, അവിടെയാണ് ദൈവത്തിൻ്റെ മഹത്വം, അത്ഭുതം, രക്ഷ അവർ കാണുന്നത്. ഒരു പക്ഷേ ഞാൻ പല രോഗങ്ങളുടെ കീഴിലായിരിക്കാം, പല രോഗങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നു. എൻ്റെ ജീവിത പങ്കാളിയുടെ തെറ്റായ ജീവിത രീതി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ, എൻ്റെ മക്കളുടെ പ്രശ്നങ്ങൾ, ഇങ്ങനെ സാമ്പത്തിക മേഖലയിലെ പ്രശ്നങ്ങൾ, ഇങ്ങനെ പല ജീവിത യാഥാർത്ഥ്യങ്ങൾ എൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്. സ്ലീഹന്മാരുടെ മുമ്പിൽ ജയിലിൻ്റെ അഴികൾ നിന്നതുപോലെ എനിക്കുത്തരം കിട്ടാത്ത ഒരുപാട് പ്രശ്നങ്ങളുടെ മുമ്പിൽ ഞാനിപ്പോൾ നിൽക്കുന്നു. പല കാര്യങ്ങൾ എന്നെ ബന്ധിച്ചിടുന്നു. കടബാധ്യതയാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, രോഗത്താൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, പല പ്രശ്നങ്ങളാൽ ഞാൻ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഇതാ വചനം പറയുന്നു, ആ ബന്ധനങ്ങളിൽ നിന്ന് നീ ദൈവത്തെ ആരാധിക്കുക. കാരണം എന്തുകൊണ്ട്? വൈ ഷുഡ് യു താങ്ക് ഗോഡ്? എന്തുകൊണ്ട് നീ ദൈവത്തിന് നന്ദി പറയണം? കാരണം ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ദൈവം അറിയാതെ ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിൽ എന്തെല്ലാം ജീവിതത്തിൽ നടക്കുന്നുവോ അതെല്ലാം ദൈവം അറിഞ്ഞിട്ടും അനുവദിച്ചിട്ടുമാണ്. ദൈവം അനുവദിച്ചിട്ടും അറിഞ്ഞിട്ടും സംഭവിച്ച എല്ലാ കാര്യങ്ങളെയും നീ നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. എല്ലാ കാര്യങ്ങളുടെയും മുമ്പിൽ നീ ദൈവത്തെ സ്തുതിക്കുക, ദൈവത്തെ നീ ആരാധിക്കുക. അതാണ് ഈശോ പഠിപ്പിക്കുന്നത്. വിശുദ്ധ കുർബാന ജീവിതത്തിൽ എന്തിനാണ് ശക്തിയാകുന്നത്? ഏത് പ്രതിസന്ധികളിൽ നിന്നും, ഏത് പ്രതിസന്ധിയുടെ ഇടയിൽ നിന്നും ദൈവത്തെ സ്തുതിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്ന ഏക കൂദാശ വിശുദ്ധ കുർബാനയാണ്. ഈശോയെ, ഒരുപാട് പ്രതിസന്ധിയിൽ ഞാൻ നിൽക്കുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലാണ് ഞാൻ. ഈ ശുശ്രൂഷയിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ യേശുവേ, വലിയൊരു പ്രതിസന്ധിയിലാണ് ഞാൻ. ജോലി നഷ്ടപ്പെട്ടൊരവസ്ഥയിലാണ് ഞാൻ. കുടുംബത്തിൽ തകർച്ച അനുഭവിക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ. ഇതാ മെഡിക്കൽ സയൻസിന് ഉത്തരമില്ല എന്ന് പറയുന്നൊരു പ്രശ്നത്തിലാണ് ഞാൻ. യേശുവേ, അങ്ങേയറ്റം വേദനയിൽ നിൽക്കുന്നൊരു ദാമ്പത്യ ജീവിതത്തിലാണ് ഞാൻ. ഇതാ അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഞാൻ നിന്നെ സ്തുതിക്കുകയാണ്. അതിൻ്റെ എല്ലാം മധ്യത്തിൽ ഞാൻ നിന്നെ ആരാധിക്കുകയാണ്. കാരണം ഇന്ന് എൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുഃഖവും വേദനയുമുണ്ടോ അതെല്ലാം ദൈവം അറിഞ്ഞിട്ടും ദൈവം അനുവദിച്ചിട്ടുമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നു. യേശുവേ, ഞാനങ്ങേ ആരാധിക്കുന്നു. സങ്കീർത്തനം 103 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ നമ്മളിൽ അഭിഷേകമായിട്ട് മാറട്ടെ. സങ്കീർത്തനം 103 1 മുതൽ 4 വരെയുള്ള വചനങ്ങൾ അഭിഷേകമായിട്ട് മാറട്ടെ. എൻ്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക, എൻ്റെ അന്തരംഗമേ അവിടുത്തെ വാഴ്ത്തുക. അവിടുന്ന് നൽകിയ അനുഗ്രഹങ്ങൾ നീ മറക്കരുത്. അവിടുന്ന് നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു, നിന്റെ ജീവനെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കുന്നു. ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരട്ടെ. 1 തെസ്സലോനിയർ 5:16-17 തിരുവചനങ്ങളുടെ അഭിഷേകം. എപ്പോഴും സന്തോഷിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക. ഈ വചനത്തിൻ്റെ അഭിഷേകം ഈശോയെ ഞങ്ങളുടെ അനുദിന ജീവിതത്തിലേക്ക് കൃപയായിട്ട് പെയ്യുവാൻ വേണ്ടി ആഗ്രഹിച്ച് ഇപ്പോൾ ഏത് വേദനയിൽ നിൽക്കുന്നുവോ ആ വേദനയിൽ നിന്നുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഇത് അനേകം മക്കളുടെ ജീവിതത്തിലേക്ക് സ്തുതിയുടെ അഭിഷേകം, സ്തുതിയുടെ ആത്മാവ് കടന്നു വരട്ടെ. ഇപ്പോൾ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ബന്ധനങ്ങളും രോഗങ്ങളും കെട്ടുകളും യേശുവിൻ്റെ നാമത്തിൽ അഴിയപ്പെടട്ടെ, യേശുവിൻ്റെ ശക്തിയിൽ അഴിയപ്പെടട്ടെ. വിശുദ്ധ കുർബാനയുടെ അഭിഷേകം കടന്നു വരട്ടെ. നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, എൻ്റെ കണ്ണുകൾ നിറയുമ്പോ എന്നെ കടന്നു പോകാതെ എൻ്റെ നിലവിളി കേൾക്കുന്നവൻ യേശു എന്നെന്നും
എൻ രക്ഷകൻ. എൻ്റെ കണ്ണുകൾ നിറയുമ്പോൾ എന്നെ കടന്നു പോകാതെ എൻ്റെ നിലവിളി കേൾക്കുന്നവൻ യേശു എന്നെന്നും എൻ രക്ഷകൻ. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും വരികയില്ല. എൻ്റെ ദൈവമരുളാതെ എനിക്കൊന്നും ലഭിക്കയില്ല. കരങ്ങൾ ഹൃദയത്തോട് നമ്മൾ ചേർക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ഒരു പക്ഷേ നമ്മെ പിശാച് ബന്ധിച്ചിടാൻ ആഗ്രഹിക്കുന്നത് ദുഃഖം, ഭയം, നിരാശ, ഇതെല്ലാം വഴിയാണ്. എന്നാൽ വിശുദ്ധ കുർബാന നമ്മിൽ വരുമ്പോൾ ആ വിശുദ്ധ കുർബാന നമ്മെ പഠിപ്പിക്കുന്നത് ഏത് പ്രതിസന്ധിയിലും ദൈവത്തെ ആരാധിക്കുക. ഒരു പക്ഷേ നമ്മൾ അങ്ങേയറ്റം വിശുദ്ധിയോടെ ജീവിച്ചിട്ട്, ദൈവകൽപ്പനകളനുസരിച്ച് ജീവിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി കടന്നു വരുമ്പോൾ അതിനപ്പുറത്ത് ഉറപ്പായിട്ടും ഒരു ഉപരി നന്മയുണ്ട്. ഒരു പക്ഷേ നമ്മളുടെ ദുഃഖം, ഒരു രോഗം, ഒരു പ്രതിസന്ധിയിൽ, ഒരു പ്രശ്നത്തിൽ നമ്മുടെ ദുഃഖം, ആ ദുഃഖത്തിൻ്റെ കാരണം പ്രിയപ്പെട്ടവരെ നമ്മിൽ അനുദപിക്കാത്ത, വിശുദ്ധീകരിക്കപ്പെടേണ്ട ഏതെങ്കിലും ഒരു മേഖലയുണ്ടെങ്കിൽ നമ്മളത് വിശുദ്ധീകരിക്കണം. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട, ഏറ്റവും കൂടുതൽ നമ്മുടെ ജീവിതത്തിൽ ആർജിക്കേണ്ട കൃപ ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കുവാനുള്ള കൃപയാണ്. ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കുക. പ്രിയപ്പെട്ടവരെ, ഏത് പ്രതിസന്ധികളിലും ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ഏത് പ്രശ്നങ്ങളിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ പ്രശ്നത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ ശക്തി കടന്നു വരും. നമ്മൾ ഓർക്കുക, എങ്ങനെയാണ് ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്? ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ ഞാൻ എങ്ങനെ നിൽക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു പ്രശ്നത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, പലപ്പോഴും ആ പ്രശ്നം നമ്മളെ ഭരിക്കുവാൻ ഇടവരുന്നു എന്നതാണ് ആ പ്രശ്നം നമുക്ക് എല്ലാ ദുഃഖത്തിനും എല്ലാ നാശത്തിനും കാരണമാകുന്നത്. ആ പ്രശ്നം നമ്മളെ ഭരിക്കുന്നു. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് ആ പ്രശ്നത്തിൻ്റെ മേൽ നമുക്കൊരു അധികാരം കിട്ടണം. ആ പ്രശ്നത്തിൻ്റെ മേൽ നമുക്ക് ഭരണം കിട്ടണം. ആ പ്രശ്നത്തിൻ്റെ കീഴിൽ നമ്മളല്ല, നമ്മളുടെ ജീവിതത്തിൻ്റെ കീഴിലേ ആ പ്രശ്നം നിൽക്കാവുള്ളൂ. ഒരു പ്രശ്നത്തിൻ്റെ കീഴിലല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ കാണേണ്ടത്. ഒരു പ്രശ്നത്തിൻ്റെ കീഴിലല്ല നമ്മൾ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കേണ്ടത്. ഒരു പ്രശ്നത്തിൻ്റെ കീഴിലല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കാണേണ്ടത്. നമ്മൾ നമ്മുടെ ജീവിതത്തിന് അർത്ഥം കാണേണ്ടത് ദൈവത്തിൻ്റെ കരത്തിൻ്റെ കീഴില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തെ വ്യാഖ്യാനിക്കേണ്ടത് ദൈവത്തോട് ചേർത്ത് വെച്ച, നമ്മൾ നമ്മുടെ ജീവിതത്തെ നന്ദി പറയേണ്ടത് ദൈവത്തിനോട് ചേർത്ത് വെച്ചാണ്. അതാണ് ഈശോ കാണിച്ചു തരുന്നത്. ഈശോ കുരിശിൻ്റെ, ഈശോ പീഡകളുടെ കീഴിലല്ല, ഈശോ പീഡകളുടെയോ കുരിശിൻ്റെയോ കീഴിലല്ല, മറിച്ച് ഈശോ നിൽക്കുന്നത് ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൻ്റെയും അനന്ത പദ്ധതിയുടെയും കീഴിലാണ്. ഒരു നിമിഷം നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഇതാ, ഇപ്പോൾ നമ്മളുടെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന രോഗങ്ങൾ, ദുഃഖങ്ങൾ, പീഡകൾ, ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു പക്ഷെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ദൈവമേ ശരിയാണല്ലോ, അങ്ങേയറ്റം വിശുദ്ധിയോടെ ഞാൻ നിൽക്കുന്നു, അങ്ങേയറ്റം ദൈവകൽപ്പനകളുടെ കീഴിൽ ഞാൻ നിൽക്കുന്നു ദൈവമേ. എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ പ്രാർത്ഥനയിൽ ദൈവത്തിൽ ഒന്നാം സ്ഥാനം കൊടുത്തിട്ടും എൻ്റെ ജീവിതത്തിൽ ഈ പ്രശ്നങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഈ രോഗങ്ങൾ, എൻ്റെ ജീവിതത്തിൽ ഈ വിഷമങ്ങൾ, ഈശോ നിന്നോട് പറയുന്നു, ഈശോ പറയുന്നു, നീ ദൈവത്തെ സ്തുതിക്കുക, നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക, നീ ദൈവത്തെ ആരാധിക്കുക. ഇതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. ഇതാണ് നിന്നെക്കുറിച്ചുള്ള ദൈവഹിതം. നമ്മൾ ധ്യാനിക്കുന്ന വചനം 1 Thessalonians chapter 5 verses 16-17. നമുക്ക് ആ വചനം ഒരിക്കൽ കൂടി നമുക്ക് ധ്യാനിക്കാം.
ഇതാ ആ വചനം ഇങ്ങനെയാണ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ച് ദൈവഹിതം. ഈ വചനത്തിൻ്റെ അഭിഷേകം നമ്മളിൽ കടന്നു വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. അപ്പോൾ ഈ പ്രശ്നത്തിൽ ദൈവഹിതം എന്താണ്? ഈ പ്രതിസന്ധിയിൽ ദൈവഹിതം എന്താണ്? എങ്ങനെ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കും? എങ്ങനെ ദൈവത്തിൻ്റെ പദ്ധതി നമുക്കറിയാം, അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ ഈ പ്രശ്നത്തിൽ, ഈ ദുഃഖത്തിൽ, ഈ രോഗത്തിൽ, ഈ തകർച്ചയിൽ എങ്ങനെ ദൈവത്തിൻ്റെ ഹിതം നമുക്ക് അനുഭവിക്കാം? വചനം പറയുന്നു, എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ പ്രശ്നത്തിൽ ദൈവം എന്ത് ആഗ്രഹിക്കുന്നു? വാട്ട് ഈസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ദിസ് പ്രോബ്ലം? അത് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ഇതാണ് ദൈവഹിതം. നീ ദൈവത്തെ ആരാധിക്കുക, നീ സന്തോഷിക്കുക, നീ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയിൽ നിൽക്കുക. ഈശോയെ, ഈ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഈ ദൈവഹിതം തിരിച്ചറിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എപ്പോഴും സന്തോഷിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുക. വിശുദ്ധ കുർബാനയിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ ജീവിതത്തെ നന്ദി പറഞ്ഞ് സ്വീകരിക്കുക. ഒരിക്കൽ കൂടി നമുക്ക് ഈ വചനത്തിൻ്റെ അഭിഷേകം കടന്നു വരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പോൾ പല രോഗങ്ങളിൽ, പല വേദനകളിൽ, പല സങ്കടങ്ങളിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു കർത്താവേ. ഇപ്പോൾ രോഗത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, കടബാധയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ സ്തുതിക്കുന്നു, ജോലിയില്ലാത്ത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് സ്തുതിക്കുന്നു യേശുവേ, കുടുംബ പ്രശ്നങ്ങളിൽ നിന്നുകൊണ്ട് സ്തുതിക്കുന്നു യേശുവേ, ഒരു കുഞ്ഞില്ലാത്ത വേദനയിൽ നിന്നുകൊണ്ട് സ്തുതിക്കുന്നു യേശുവേ, വളരെ നാളായി ഒരു പരീക്ഷ എഴുതുവാൻ ശ്രമിക്കുന്നു, അതിൽ വിജയിക്കുന്നില്ല, ആ പ്രതിസന്ധിയിൽ നിന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു. ഏതെല്ലാം പ്രതിസന്ധികൾ ഞങ്ങളെ ചുറ്റി വരിയുന്നുവോ ആ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് യേശുവേ, ഞങ്ങളങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, യേശുവേ, ഹല്ലേലൂയ. എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും എണ്ണമില്ലാതുള്ള നന്മകൾക്കും അത്ഭുതമാർന്ന നിൻ സ്നേഹത്തിനും നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി, നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ വചനം 1 തെസ്സലോനിക്ക 5:16-18. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം.